ഹലോ, എല്ലാവർക്കും മഞ്ജൂസ് ഡയറി ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കുട്ടികൾക്ക് വളരെ ദിവസം കൊണ്ട് എന്നോട് പറയുകയാണ് ബട്ടൂര ഉണ്ടാക്കി കൊടുക്കണമെന്ന്. അപ്പം ഞാനൊരു ബട്ടൂരയും പനീർ കറിയുമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കിയെന്ന് ഞാൻ പറയാവേ. നമുക്ക് ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈസ്റ്റ് നമ്മൾ ചെറിയ ചൂടുള്ള പാലൊഴിച്ച് ഒന്ന് കുതിർക്കാനൊരു അരമണിക്കൂർ മാറ്റി വെക്കണം. അപ്പം ഞാൻ കുറച്ച് ചെറിയ ചൂടോടുള്ള പാലാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ 1.5 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് എന്തുള്ള ഡോ തയ്യാറാക്കാവേ. ഞാനിവിടെ 3 കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്. അപ്പം മൈദ വെച്ച് ചെയ്യണം ഇത്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ എഫക്റ്റ് ഉണ്ടാവില്ല. അപ്പം ഞാനതിലേക്ക് ആവശ്യത്തിന് ഉപ്പുനീരൊഴിച്ചിട്ടുണ്ട്. ഉപ്പുനീരൊഴിച്ചിട്ട് നമ്മൾ 1.5 ടേബിൾ സ്പൂണ് പുളിയില്ലാത്ത കട്ട തൈര് വീട്ടിലുണ്ടാക്കിയത് തന്നെയാണ്, തയ്യാറാക്കിയതാണ്, അതാണ് ഞാൻ ചേർക്കുന്നത്. ഇത്രയും ചേർത്ത് കഴിഞ്ഞിട്ട് ഞാനൊരു 1.5 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൻ്റെ കൂടെ സൺഫ്ലവർ ഓയിലേ ചേർക്കാവൂ, മറ്റേ വെളിച്ചെണ്ണ ചേർക്കല്ലേ, അന്നേരം ടേസ്റ്റ് എല്ലാം മാറും. അപ്പോൾ ഇത്രയും ചെയ്തിട്ട് നമ്മൾ ആ ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് എല്ലാം ഒന്ന് മിക്സ് ചെയ്യുകയാണ്. ഒന്ന് യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇനിയിപ്പം ചെറിയ ചൂടിൽ ഈസ്റ്റ് കലക്കി വെച്ചിട്ടില്ലേ, അതൊരു അരമണിക്കൂറത്തേക്കാണ് ഞാനത് മാറ്റി വെച്ചത്. അതും ഇതിൻ്റെ കൂടെ ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇപ്പോൾ വെള്ളവും ഒന്നും ചേർക്കരുത്. ഇത് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഒരു വെള്ളം പോരാ എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ഒരു സ്പൂൺ കണക്കെ വേണം ചെറിയ ചൂടോടെ വെള്ളം ഒഴിക്കാൻ. അപ്പോൾ വെള്ളം ചെറുതായിട്ട് ചൂടാക്കി വേണം ഒഴിക്കാനും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതിൽ കുറേ എടുത്തങ്ങ് ഒഴിക്കരുത്. മൈദ ആയതുകൊണ്ട് അത് അതിൻ്റെ പാകത്തിനുള്ള വെള്ളമേ ആകാവൂ. അപ്പോൾ നമ്മൾ സ്പൂൺ കണക്കെ വേണം വെള്ളം ഒഴിക്കാൻ. എന്താ ഞാൻ കുഴച്ച് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ചപ്പാത്തിക്ക് കുഴയ്ക്കത്തില്ലേ, അതിനേക്കാളും കുറച്ചൊന്ന് അയഞ്ഞ പരുവം വേണം, അതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ നമുക്കിതൊരു 1 മണിക്കൂറത്തേക്ക് ഒന്ന് മാറ്റി വെക്കാവേ. സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇതിനൊരു കറി ഉണ്ടാക്കാം. ഞാനൊരു പനീർ കറിയാണ് ഇത് തയ്യാറാക്കുന്നത്. ഒരു 4-8 അല്ലി ചെറിയ അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പഴുത്ത തക്കാളി, ഒരു വലിയ സവാള, ഇത്രയാണ് ഞാൻ ഇത് കറിക്കായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. അത് വലിയ കഷ്ണങ്ങളാക്കി വേണം അരിയാൻ, കാരണം നമുക്കിതെല്ലാം കൂടെ മിക്സിയിൽ ലാസ്റ്റ് ഇട്ടൊന്ന് അരയ്ക്കേണ്ടതാണ്. അതുകൊണ്ട് നമുക്കിത് വലിയ കഷ്ണമായിട്ട് തന്നെ മുറിച്ചെടുക്കാം. ഞാനിത് മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് ഞാനത് മുറിച്ചെടുത്തിരിക്കുന്നത്. നമുക്കിനൊരു കടായി അടുപ്പത്ത് വെച്ച് ബട്ടറാണ് ചേർക്കേണ്ടത്. അപ്പോൾ എൻ്റെ ബട്ടർ ഇല്ലായിരുന്നു, ഞാൻ അതിന് പകരം സൺഫ്ലവർ ഓയിലാണ് ചേർത്തത്. അപ്പോൾ ഇതിൽ ബെസ്റ്റ് എന്ന് പറയുന്നത് ബട്ടറാണ്. അപ്പോൾ ഒരു പീസ് ചെറിയൊരു അര ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ ബട്ടർ ചേർക്കാം. എന്നിട്ട് ഞാൻ 2 ഏലക്ക, ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട, 3 ഗ്രാമ്പു ഇത്രയിട്ട് ഞാനതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി അല്ലി, പിന്നെ നമുക്ക് സവാള ഇത്രയും ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ബ്രൗൺ നിറം പോലെ ആകണം. അതായി കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ചേർത്ത് നല്ല പോലിട്ട് തക്കാളിയുടെയൊക്കെ പച്ചമണം മാറി നമ്മൾ വഴറ്റിക്കിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. നമ്മൾ ആ വരട്ടിയെടുത്തത് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നമുക്കിത് നല്ലപോലെ വെള്ളം തൊടാതെ ഇങ്ങനെ തന്നെ ഇട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാവേ. പേസ്റ്റ് പോലെ അരഞ്ഞ് അതേ ചീനിച്ചിട്ട് ഞാൻ ഒന്നുകൂടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വീണ്ടും ബട്ടറോ സൺഫ്ലവർ ഓയിലോ ചേർക്കാം. ബട്ടറാണ് പ്രിഫറബിൾ കേട്ടോ. എനിക്കിപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ സൺഫ്ലവർ ഓയിൽ ചേർക്കുകയാണ്. ഇനി ചേർത്ത് കഴിഞ്ഞ് എണ്ണയിൽ നിന്ന് ചൂടായി കഴിയുമ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടല്ലോ, അത് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണ് ചേർക്കുകയാണ്. ഒരു നിറം കിട്ടാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ലോ ആക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ. ഇത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക എന്ന് പറയില്ലേ, അതുപോലെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഞാനിവിടെ ചേർക്കുകയാണ്. ആ പേസ്റ്റ് കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. അപ്പോൾ ഇതൊരു
തിക്കായിട്ടുള്ള ഗ്രേവിയാണ് ഇപ്പം. നമുക്ക് അത് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ മിക്സിയുടെ ജാർ ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകി ആ വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. പക്ഷേ കുഴപ്പമില്ല, നമ്മൾ തിളച്ച് ഇത് വീണ്ടും വറ്റി കുറുകി വരുന്നതാണേ. അപ്പം നമുക്ക് അതൊന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കും. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർക്കാവുന്നതാണ്. ഉപ്പ് ചേർത്ത് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാവേ, തിളപ്പിച്ചെടുക്കണം. ഇവിടെ ഞാനൊരു 8-10 കാഷ്യൂനട്ട് വെള്ളം ഒഴിച്ച് വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഫ്രഷ് ക്രീമില്ല. അപ്പോൾ ഫ്രഷ് ക്രീമിന് പകരമായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇപ്പം നമ്മൾ ഈ ഇത് തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇത് കാഷ്യൂനട്ട് വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെച്ചിട്ട് ആ വെള്ളം കുറച്ച് വെള്ളം ആ കാഷ്യൂനട്ടിൻ്റെ മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് പിന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്രഷ് ക്രീമിന് തുല്യമായിരിക്കും അത്. അപ്പോൾ നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. പനീർ ക്യൂബ്സായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം പനീർ എങ്ങനെയാണ് ഹോം മെയ്ഡായിട്ട് തയ്യാറാക്കാമെന്നുള്ളത് ഞാനൊരു വീഡിയോ ഇടാമേ. കറിയൊക്കെ ഒന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ പനീർ എണ്ണത്തേക്ക് ആഡ് ചെയ്ത് ഒന്ന് തിള വന്ന് കഴിയുമ്പം നമുക്ക് ഈ ഫ്രഷ് ക്രീം ആഡ് ചെയ്യാം. അപ്പോൾ ഈ ഫ്രഷ് ക്രീം പകരം ഞാൻ പറഞ്ഞല്ലോ കാഷ്യൂനട്ട് ചേർക്കുന്നതെന്ന്. അപ്പോൾ കാഷ്യൂനട്ട് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രൊസീജിയറൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ കറി തയ്യാറായിട്ടുണ്ട്. ഞാൻ 1 മണിക്കൂർ മാറ്റി വെച്ച് നമ്മുടെ ഡൗ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അറേഞ്ച് ചെയ്ത് ചെറിയ ബോൾസാക്കി നമുക്ക് മാറ്റി വെക്കാം. ബോൾസ് ആക്കിയിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ വെച്ചാൽ 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് ചെറിയ ഒരു ട്രയാങ്കിൾ ഷേപ്പ് ആക്കിയിട്ടാണ് ഞാനിത് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് ഒരു ചപ്പാത്തിയുടെ കൂട്ട് അല്ലെ പരുവത്തിൽ പരത്തിയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ എങ്ങനെ ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യം മൈദ നല്ലപോലെ ഒന്ന് വിതറിയിട്ട് നമ്മൾ ജസ്റ്റ് നല്ല കട്ടി കുറച്ച് വട്ടത്തിൽ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തിയെടുത്തിട്ട് ഇത് 4ആയിട്ട് നമുക്കൊന്ന് ഒരു നൈഫ് വെച്ച് നമുക്ക് 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒരു കടായി അടുപ്പത്ത് വെച്ച് സൺഫ്ലവർ ഓയിൽ ചേർക്കാം. അപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഇതിന് നല്ലത്. അപ്പോൾ സൺഫ്ലവർ ഇട്ട് നമ്മൾ പൂരി പൊള്ളിച്ചെടുക്കത്തില്ലേ, അതുപോലെ തന്നെ അതേ സെയിം പ്രൊസീജിയറിൽ നമുക്ക് ഓരോന്നും പൊള്ളിച്ചെടുക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. ബെട്ടൂരയും പനീർ കറിയും തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എളുപ്പമായത് തയ്യാറാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. വളരെ ടേസ്റ്റിയാണ്, വ്യത്യസ്തമായ ഒരു രുചിയാണ്. വെറൈറ്റി ആയിട്ട് ഫുഡൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാൻ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും വീട്ടിലുള്ളവർക്കും ഒക്കെ ഒന്ന് തയ്യാറാക്കി കൊടുത്തു നോക്കൂ. അപ്പം എല്ലാവരും വീണ്ടും ഒരു നല്ല റെസിപ്പിയായിട്ട് വരുന്നുണ്ട് വരെ. ബൈ ഫ്രം മഞ്ജൂസ് ഡെയറി ബുക്ക്. ടേക്ക് കെയർ.